Today we are going to discuss about the variation of acceleration due to gravity. The value of acceleration due to gravity g varies as we go above or below the surface of Earth. It also varies from place to place on the surface of Earth. First, variation of g with altitude or height. ഹൈറ്റിനനുസരിച്ച് ജിയുടെ വാല്യൂ എങ്ങനെയാണ് വേരി ചെയ്യുന്നതെന്ന് നോക്കാം. ഓൺ ദ സർഫസ് ഓഫ് എർത്ത് വി നോ ദാറ്റ് ജി ഈസ് ഈക്വൽ ടു ജി എം ബൈ ആർ സ്ക്വയർ. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ ജി എം ബൈ ആർ സ്ക്വയർ. അറ്റ് എ ഹൈറ്റ് എച്ച് എബവ് എർത്ത് സർഫസ് ആസ് എ ഷോൺ ഇൻ ഫിഗറിൽ കാണുന്നത് പോലെ ജിയുടെ വാല്യൂ ഈസ് ഗിവൺ ബൈ ജി എച്ച് ഇസ് ഈക്വൽ ടു ജി എം ബൈ ആർ പ്ലസ് എച്ച് ഹോൾ സ്ക്വയർ. If we write gh by g, then we get gm by r plus h whole square divided by gm by r square. That is equal to r square by r plus h whole square. That is gh by g is equal to r square divided by r square into 1 plus h by r whole square. താഴെ r square is taken outside. We know. That is gh by g is equal to 1 by 1 plus h by r whole square. R square and r square again cancelled here. Next step, gh by g is equal to 1 plus h by r whole raised to minus 2. ഇതിനെ നമ്മൾ മുകളിലേക്ക് എഴുതുകയാണെന്നുണ്ടെങ്കിൽ -2 എന്നെഴുതാൻ സാധിക്കും. ഇനി ബൈനോമിയൽ എക്സ്പ്രഷൻ അനുസരിച്ച് 1 പ്ലസ് എച്ച് ബൈ ആർ ഹോൾ റേസ് ടു -2 എന്നത് നമുക്ക് 1 മൈനസ് 2h ബൈ ആർ എന്നെഴുതാവുന്നതാണ്. ഓൾറെഡി മാത്തമാറ്റിക്സിൽ 1 പ്ലസ് എക്സ് ഹോൾ റേസ് ടു -2 എന്നതിൻ്റെ ഒരു എക്സ്പാൻഷൻ 1 മൈനസ് 2x പ്ലസ് എറ്റ്സെട്ര അങ്ങനെയുള്ളൊരു എക്സ്പ്രഷനുണ്ട്. അതിലെ ഹയർ ടേംസ് നെഗ്ലക്റ്റ് ചെയ്തിട്ട് നമ്മൾ അതിന് 1 മൈനസ് 2x എന്ന രീതിയിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. ഹിയർ വി കൺസിഡർ എച്ച് വെരി വെരി ലെസ് ദാൻ ക്യാപിറ്റൽ ആർ. സോ വി ഗെറ്റ് ജി എച്ച് ബൈ ജി ഇസ് ഈക്വൽ ടു 1 മൈനസ് 2h ബൈ ആർ. ഓർ gh is equal to 1 minus 2h by r into g, or gh is equal to g into 1 minus 2h by r. As h increases, 2h by r increases and 1 minus 2h by r decreases. Therefore, gh decreases. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നു ആസ് വി ഗോ എബവ് ദ സർഫസ് ഓഫ് എർത്ത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡിക്രീസസ്. ദാറ്റ് മീൻസ് ഓൾട്ടിറ്റ്യൂഡ് ഓർ ഹൈറ്റ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡിക്രീസ് ചെയ്യുന്നു. നെക്സ്റ്റ് ഈസ് വേരിയേഷൻ ഓഫ് ജി വിത്ത് ഡെപ്ത്. ഹിയർ the acceleration due to gravity at the surface of earth is given by g is equal to gm by r square. If rho is the density of earth, then we can write rho is equal to mass by volume. That is capital M by V. Capital M is the mass of the earth and V is the volume of the earth. But volume V is equal to 4 by 3 pi r cube. Therefore, mass is equal to 4 by 3 pi r cube rho. Then, for substituting G, we know that small g, acceleration due to gravity small g is equal to gm by r square. അതിൽ
എമ്മിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ വി ഗെറ്റ് സ്മോൾ ജി ഈസ് ഈക്വൽ ടു ജി ബൈ ആർ സ്ക്വയർ ഇൻറ്റു 4/3 പൈ ആർ ക്യൂബ് റോ. ആർ സ്ക്വയർ ആൻഡ് ആർ സ്ക്വയർ ക്യാൻസൽഡ്. ദെൻ വി ഗെറ്റ് small g is equal to 4/3 pi r rho g. Now, if we consider a point mass at a depth d below the surface of the earth, which is at a distance r minus d from the center of earth. എർത്തിൻ്റെ സർഫസിൽ നിന്നും ഡി ഡെപ്തിലുള്ളൊരു പോയിന്റിലാണ് നമ്മൾ ഒരു പോയിൻ്റ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ആ പോയിന്റിലുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത് നമ്മൾ ജി ഡി എന്ന് എക്സ്പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് ജി ഡി ഇസ് ഈക്വൽ ടു ജി എം ഡാഷ് ഡിവൈഡഡ് ബൈ ആർ മൈനസ് ഡി ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ജി വി ഓൾറെഡി നോ ജി ഇസ് ഈക്വൽ ടു ജി എം ബൈ ആർ സ്ക്വയർ. ബട്ട് വി നോ ദാറ്റ് mass is equal to m dash is equal to 4/3 pi r minus d whole cube rho. Rho സെയിം തന്നെയായിരിക്കും ഡെൻസിറ്റി ഓഫ് എർത്ത് ആയതുകൊണ്ട്. സോ ജി ഡി ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ആസ് ജി ബൈ ആർ മൈനസ് ഡി ഹോൾ സ്ക്വയർ ഇൻറ്റു 4/3 പൈ ആർ മൈനസ് ഡി ഹോൾ ക്യൂബ് ഇൻറ്റു ഡി ഇൻറ്റു റോ. നേരത്തെ ചെയ്തതുപോലെ തന്നെ, നേരത്തെ ജി കണ്ടുപിടിച്ചതുപോലെ തന്നെ ഇവിടെ നമ്മൾ ജി ഡി കണ്ടുപിടിക്കുകയാണ്. എമ്മിന് പകരം ഇവിടുത്തെ എം ഡാഷ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, അത്രമാത്രം. ദെൻ ജി ഡി ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ആസ് 4/3 പൈ ആർ മൈനസ് ഡി ഇൻറ്റു ജി ഡി. ഇഫ് വി ഗെറ്റ് ജി ഡി ബൈ ജി, then the right hand side is given by r minus d by r. Therefore, we get gd, that is the acceleration due to gravity at a depth d is given by g into 1 minus d by r. ഇങ്ങനെയാണ് നമ്മൾ ഡെപ്തിലുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കണ്ടുപിടിക്കുന്നത്. സർഫസിലുള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി എം ബൈ ആർ സ്ക്വയർ കണ്ടുപിടിച്ചു. അവിടെ മാസിനുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. ഇനി ഡി ഡെപ്തിലുള്ളൊരു പോയിന്റിൽ ഉള്ള ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയെ നമ്മൾ ജി ഡി എന്ന് റെപ്രസെൻ്റ് ചെയ്തു. അവിടുത്തെ ഡിസ്റ്റൻസിനെ നമ്മൾ ആർ മൈനസ് ഡി എന്നും മാസിന് എം ഡാഷ് എന്നും കൊടുത്തു. എം ഡാഷിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. ദെൻ ജി ഡി ബൈ ജി കണ്ടുപിടിച്ചു. അങ്ങനെ ജി ഡി നമുക്ക് ലഭിച്ചു. ഇവിടെയും വി ക്യാൻ റൈറ്റ് ആസ് ഡി ഇൻക്രീസസ് ഡി ബൈ ആർ ഇൻക്രീസസ്, ദാറ്റ് ഈസ് 1 മൈനസ് ഡി ബൈ ആർ ഡിക്രീസസ്. ദെയർഫോർ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അറ്റ് എ ഡെപ്ത് ഓൾസോ ഡിക്രീസസ്. അപ്പോൾ ഡെപ്തിനനുസരിച്ചും ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡിക്രീസ് ചെയ്യുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഓക്കെ.